ഹായ് മക്കളെ, നീറ്റ് 2026 റിസൾട്ട് വന്നു അല്ലേ. ഇനി കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കേരള കൗൺസിലിങ്ങിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് കൗൺസിലിംഗ് കുറച്ചുകൂടി എളുപ്പമാക്കാനും കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആക്കാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ ചെയ്തു തുടങ്ങാൻ പറ്റും. അതെന്തൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. കേരള കൗൺസിലിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ രജിസ്ട്രേഷൻ, അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ, ട്രയൽ അലോട്ട്മെൻറ്റ്, അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് കൗൺസിലിങ്ങിന് വേണ്ട ഡോക്യുമെൻറ്റുകൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നമുക്ക് കൗൺസിലിങ്ങിന് ആവശ്യം വരിക എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതിലൊന്ന് നിങ്ങളുടെ നീറ്റ് അഡ്മിറ്റ് കാർഡാണ്. രണ്ട്, നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ കാർഡ്, അതുപോലെ തന്നെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, ക്ലാസ് 12 സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്. നിങ്ങളിപ്പോൾ കാറ്റഗറി റിസർവേഷനൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കി വെക്കണം. നാറ്റിവിറ്റി അല്ലെങ്കിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇൻകം സർട്ടിഫിക്കറ്റ് അത് ആവശ്യമുള്ളവർ മാത്രം റെഡിയാക്കിയാൽ മതി, എല്ലാവർക്കും ബാധകമുള്ള കാര്യമല്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ ID പ്രൂഫ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ നമുക്ക് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ആവശ്യം വരിക. അപ്പോൾ ഈ ഡോക്യുമെൻറ്റുകളെല്ലാം നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കുക. സോഫ്റ്റ് കോപ്പി ആയിട്ട് നിങ്ങളൊരു ഫോൾഡറിൽ സെറ്റാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് അനുസരിച്ച് ഏതൊക്കെ കോളേജുകളിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങളിപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ കുറേ വീഡിയോകളായിട്ടൊക്കെ നമ്മളിങ്ങനെ ഈവൻ സൈലത്തിൻ്റെ ചാനലിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കട്ട് ഓഫിനെ കുറിച്ച്, നിങ്ങളുടെ പ്രോബബിലിറ്റിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം വീഡിയോകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മുടെ ഒരു സ്കോർ വെച്ച്, നമ്മുടെ റാങ്ക് വെച്ച് നമുക്ക് ഏതൊക്കെ കോളേജുകളിലായിരിക്കും, ഏതൊക്കെ കോഴ്സുകൾക്കായിരിക്കും അഡ്മിഷൻ കിട്ടാൻ ചാൻസ് കൂടുതൽ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് കോട്ടയാണോ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയാണോ, പ്രൈവറ്റ് കോളേജ് ആണോ, അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണോ, ഏതിലാണ് നമുക്ക് ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ആകെ നമ്മൾ പാനിക് ആവും. എവിടെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടാമെന്നറിയില്ല, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നറിയില്ല, ഏത് ഓർഡറിലാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടതെന്നറിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ഇപ്പോഴേ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ഒരു നല്ല ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇപ്പോൾ ഈ വീഡിയോകൾ കണ്ടാൽ മാത്രം നമുക്കൊരു ഐഡിയ കിട്ടുമോ? ഇപ്പോൾ ഈ കാണുന്ന ഇവൻ സൈലത്തിൻ്റെ വീഡിയോകളാണെങ്കിൽ പോലും നമ്മൾ ലാസ്റ്റ് ഇയറിലെ റാങ്കും അതിൻ്റെ ഒരു അഡ്മിഷനും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ലാസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് റാങ്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചാൻസിനെ കുറിച്ച്, നിങ്ങളുടെ ഒരു സാധ്യതയെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? കൗൺസിലിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെയും നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. കാരണം റിസൾട്ട് വന്നതിൻ്റെ ഒരു ട്രോമയിൽ നിന്ന് നമ്മളിങ്ങനെ പതിയെ മറികടക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതിയെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് റിലാക്സ്ഡ് ആകാമെന്ന് വിചാരിച്ചിരുന്ന സമയമാണത്. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം ആകെ നമ്മൾ പാനിക്കാകും, ടെൻഷനാകും, സ്ട്രെസ്സാകും. എന്ത് ചെയ്യണം നമുക്കറിയില്ല. ഏതൊക്കെ കോളേജുകളിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഓപ്ഷൻസ് കൊടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. നമ്മുടെ റാങ്കിനെ കുറിച്ച്, അതനുസരിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന അഡ്മിഷൻ്റെ സാധ്യതകളെക്കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോകൾ ചെക്ക് ചെയ്യുന്നു, വാട്സപ്പ് ചെക്ക് ചെയ്യുന്നു, പലരെയും കോൺടാക്ട് ചെയ്യുന്നു. ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലുള്ള സിറ്റുവേഷനെ, പാനിക്കാക്കുന്ന സിറ്റുവേഷനെ ഒഴിവാക്കാൻ ഈ ഒരു സമയം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റുകളെല്ലാം റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിൽ, ഏതൊക്കെ കോട്ടകളിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഗംഭീരമായി നമുക്ക് കൗൺസിലിങ്ങിന് തയ്യാറെടുക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.